നിങ്ങളൊക്കെ കൊല്ലങ്കോട് വരുവാണെങ്കിൽ കൊല്ലങ്കോട് ഫുള്ള് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റും. അതും ഈ സൈക്കിളിൽ വെറും 99 രൂപയ്ക്ക്. വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോ പറഞ്ഞുതരാം. ഈ ബ്ലൂ സൈക്കിൾ റെന്റൽസ് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ സൈക്കിൾ എടുത്ത് നമ്മൾ ആദ്യം പോയത് താമരപ്പാടത്തോട്ടാണ്. കൊല്ലങ്കോടിലെ ഏറ്റവും വലിയൊരു സീനിക് സ്പോട്ടാണ് ഈ കാണുന്ന താമരപ്പാടം. നിങ്ങൾ മാക്സിമം ഈ ഒരു സ്പോട്ടിലോട്ട് ആദ്യം എത്താൻ നോക്കുക. സൂര്യനെ കുതിച്ചു വരുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇത് കഴിഞ്ഞ് സൈക്കിൾ എടുത്ത് നമ്മൾ നേരെ പോയത് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടായ സീതാർകുണ്ട് വാട്ടർഫോളിലോട്ടാണ്. സീതാർകുണ്ട് വാട്ടർഫോളിലോട്ട് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തെ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അഡൽസിന് 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാഷ്ലെസ് പേയ്മെന്റും ആണ് വരുന്നത്. സ്പോട്ടിലോട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ ഇറങ്ങി കുളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മറ്റേ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡസ്റ്റ്ബിനിൽ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. സീതാർകുണ്ട് വാട്ടർഫോളും കണ്ട് നമ്മൾ നേരെ ഇറങ്ങി വന്നപ്പോൾ ഈ ഒരു ചായക്കട നോട്ട് ചെയ്ത് വെച്ചു. ഇതാണ് ഹസൻ ചേട്ടന്റെ ചായക്കട. ഈ സ്നേഹമുള്ള മനുഷ്യന്റെ ചായയും പരിപ്പോടിയും പക്കവടയും കഴിച്ച് നമ്മൾ നേരെ പോയത് ഹസൻ ചേട്ടന്റെ ചായക്കടയിലോട്ടാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു അടിപൊളി ചായക്കടയാണ്. കൊല്ലങ്കോട് കാണാൻ വരുന്നവർ എന്തായാലും ഇവിടെ വന്നൊരു ചായ കുടിക്കണം. ഇവിടുന്ന് ചായയും കുടിച്ച് നമ്മൾ സൈക്കിൾ എടുത്ത് നേരെ പോയത് കൊല്ലങ്കോടിലെ ഫേമസ് ആയിട്ടുള്ള ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലോട്ടാണ്. കൊല്ലങ്കോട് കാണാൻ വരുന്നവരിൽ പലർക്കും അറിയാത്ത പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാണുന്ന പ്രകൃതി ക്ഷേത്രം. ഇവിടുത്തെ വഴിപാടുകളും അതുപോലെ തന്നെ ആളുകൾ മറ്റുള്ളവരോട് പെരുമാറുന്നതൊക്കെ അടിപൊളിയായിട്ടാണ്. ഇവരുടെ തന്നെ ഇൻസ്റ്റാ പേജിൽ നിന്നും വാട്സ്ആപ്പ് നമ്പറിൽ നിന്നും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് സൈക്കിൾ ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും കുറച്ച് സ്ഥലം കൂടെ കാണാൻ ബാക്കിയുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് ദുരച്ചേട്ടന്റെ ഷാപ്പിൽ നിന്ന് 2 ഗ്ലാസ് കള്ള് മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയത്.